നമസ്കാരം, ഏവർക്കും കാർമിക് സൈക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സനീഷ്. നമുക്ക് ഒരു ജാതി ബോസിനെ കുറിച്ചുള്ള കഥ തുടരാം. എൻ്റെ പുതിയ കമ്പനി ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്തിലാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. വിദേശത്തുള്ള ഒരു കമ്പനിയുമായി ഈ കമ്പനി ലയിക്കുവാൻ പോകുന്നു. ഈ ഘട്ടത്തിൽ HR വിഷയത്തിൽ അല്പം ബോധ്യമുള്ള ആളുകളെ അവരുടെ ടീമിൽ ആവശ്യമുണ്ടെന്ന തിരിച്ചറിവ് കൂടിയാകണം ബോസ് എന്നെ റിക്രൂട്ട് ചെയ്യാനുള്ള തീരുമാനത്തിന് പുറകിൽ. ബോസും ബോസിന്റെ സബോർഡിനേറ്റും അരിവച്ചിരിപ്പാണെങ്കിലും ടീമിൽ നല്ല വൃത്തിക്ക് പണിയെടുക്കാൻ അറിയുന്ന പിള്ളേരുണ്ട്. അതോടൊപ്പം ബോസിന്റെ നന്നായി ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനുള്ള കഴിവും നന്നായി സംസാരിക്കാൻ അറിയുന്നതും അതിൻ്റെ കൂടെ കമ്പനിയുടെ ലീഡർഷിപ്പ് ടീമിനെ ഏത് സമയത്തും ആക്സസ് ചെയ്യുവാനുള്ള കഴിവും അവരുടെ മണിയടിക്കാനുള്ള കഴിവുമാണ് നമ്മുടെ ബോസിനെ ഇളക്കം തട്ടാതെ ഉയർച്ചയിലേക്ക് നയിക്കുന്നത്. ചെറുപ്പകാലത്ത് കേട്ടുമറന്ന കവിയുടെ വരികൾ വീണ്ടും ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നു. കാവ്യം സുഖേയം കഥ രാഘവീയം, കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ, പാടുന്നതോ ഭക്തിമയ സ്വരത്താൽ, ആനന്ദലബ്ധിക്കിനി എന്ത് വേണം. അങ്ങനെ ഒരു ടീമിന്റെ കൂടെ ഞാൻ കൂടി ജോയിൻ ചെയ്തതോടുകൂടി ബോസും സബോർഡിനേറ്റും കൂടുതൽ സേഫായി മാറി. ആനന്ദലബ്ധിക്കിനി എന്ത് വേണം. നമ്മുടെ ബോസിനും സബോർഡിനേറ്റിനും ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് കഴിവില്ലെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡ് ഉപയോഗിച്ച് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുവാനും അടിച്ചമർത്തുവാനും അവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷൈൻ ചെയ്യാൻ ഒരു വഴി തെളിയുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ ആ വഴി കൊട്ടിയടക്കുവാനും ഒരു പ്രത്യേക സാമർഥ്യം ഇവർക്കുണ്ട്. എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ടീമുമായി നല്ല ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചു. അവരോടുള്ള ഇൻട്രാക്ഷനിൽ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു സത്യമുണ്ട്. ഈ കമ്പനിയിൽ നമ്മുടെ ബോസും സബോർഡിനേറ്റും ഇത്തിരി ഷൈൻ ചെയ്യുന്ന ആരെങ്കിലും ഇവർക്ക് ഭീഷണിയാകുന്നു എന്ന് തോന്നിയാൽ അവരെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് പുറത്താക്കുവാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ഇവരുടെ മാനേജർ ആണെങ്കിലും ഇവരുടെ താഴെയുള്ള ടീം മെമ്പർ ആണെങ്കിലും. ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള സമീപകാലത്ത് തന്നെ HR ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ ഇവർ പുറത്താക്കിയതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഏതായാലും ഞാൻ എൻ്റെ ഡ്യൂട്ടികൾ പതുക്കെ ഏറ്റെടുത്തു തുടങ്ങി. കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങളുടെ ഉത്തരവാദിത്തമാണ് എനിക്കുള്ളതെങ്കിലും അവിടെയും ബോസും സബോർഡിനേറ്റും എനിക്ക് പണി തന്നു. സ്റ്റാറ്റ്യൂട്ടറി കൈകാര്യം ചെയ്യണമെങ്കിൽ എംപ്ലോയീസിന്റെ സാലറി അടക്കമുള്ള കോൺഫിഡൻഷ്യൽ ഡാറ്റകളിൽ എനിക്ക് ആക്സസ് ഉണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്തെന്നാൽ ഞാൻ ആ ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്യണം, പക്ഷെ എനിക്ക് ഡാറ്റയിൽ ആക്സസ് തരില്ല. ചുരുക്കി പറഞ്ഞാൽ നീ ചിത്രം വരയ്ക്കണം, പക്ഷെ നിനക്ക് ചിത്രം വരയ്ക്കുവാനുള്ള ചുവരോ പെൻസിലോ ചായങ്ങളോ തരില്ല എന്ന ലൈൻ. എങ്ങനെ ഇരിക്കുന്നു? ഇതാണ് അവസ്ഥ. ഈ അവസ്ഥ കൊണ്ട് തന്നെയായിരിക്കണം HR ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വന്നു പോയിരിക്കുന്ന എംപ്ലോയീസിന്റെ എണ്ണം 30 പേരിലധികമാണ്. പലരും ജോയിൻ ചെയ്ത് 1-2 മാസം മാത്രം കൊണ്ട് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടവർ. ഞാൻ എൻ്റെ ടീം മെമ്പറുമായി പേഴ്സണൽ കാര്യങ്ങൾ പോലും ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തു. ഞാൻ മനസ്സിലാക്കിയ ഒരു വസ്തുത എന്തെന്നാൽ ഒരു പ്രത്യേക സമയത്ത് ഏത് ടീം മെമ്പറിനെ കൊണ്ടാണോ ബോസിന് ഉപകാരമുള്ളത്, നേരത്തെ പറഞ്ഞ സബോർഡിനേറ്റിനെ കൂടാതെ ആ ടീം മെമ്പറോട് ഈ പ്രത്യേക കാലയളവിൽ ഭയങ്കര സ്നേഹമായിരിക്കും. ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് ആ സമയത്ത് ഇഷ്ടമില്ലാത്ത ടീം മെമ്പേഴ്സിനെ വിളിച്ച് അവരുടെ വ്യക്തിത്വം പോലും ഹനിക്കുന്ന രീതിയിൽ വളരെ അൺപ്രൊഫഷണലായി ഒച്ച വയ്ക്കുകയും വഴക്ക് പറയുകയും ചെയ്യുക എന്നത് ഇവരുടെ ഒരു ഹോബിയാണ്. സിനിമയിൽ പറയുന്ന പോലെ വല്ലാത്തൊരു ജീവിതാവസ്ഥയാണല്ലേ. ഈ 2 എപ്പിസോഡുകളിൽ നമ്മുടെ ബോസിന്റെയും സബോർഡിനേറ്റിന്റെയും ഒരു ബേസിക് പിക്ചർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇനി അങ്ങോട്ട് ഓരോ എപ്പിസോഡിലും അവിടെ നടന്ന രസകരമായ ഒരു ഈവന്റ് വെച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. സ്റ്റേ ട്യൂൺ. ആ കഥയുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം. ദിസ് ഈസ് കാർമിക് സൈക്കിൾ ബൈ സനീഷ്, സൈനിങ് ഓഫ്.